ഗൈസ് എല്ലാവർക്കും ശക്തിയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് സി എ ഫൗണ്ടേഷന്റെ ഇൻഡസ്ട്രീസ് ആണ്. സി എ ഫൗണ്ടേഷൻ, സി എം എ ഫൗണ്ടേഷനിലൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലേ? നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്ക് സി എ ഫൗണ്ടേഷനിലും സി എം എക്കാർക്കും എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോ കിടക്കാം. ഇതിനു മുമ്പ് റേഷ്യോ അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ എന്താണ് നമ്മള് ഇൻഡസ്ട്രീസ് ആണ് പഠിക്കുന്നത്. അപ്പം ചാപ്റ്റർ 1ന്റെ അകത്ത് ചാപ്റ്റർ 3 ആണ്. സി എം എക്കാർക്ക് സെക്കൻഡ് മൊഡ്യൂളിന്റെ അകത്താണ് ഇൻഡസ്ട്രീസ് ആൻഡ് ലോഗരിതം വരുന്നത് കേട്ടോ. അപ്പൊ ഇൻഡസ്ട്രീസ് നമുക്ക് എന്തൊക്കെയാണ്, ഓരോ ലോസ് പഠിക്കാനുണ്ട് അല്ലെ, 6 ലോസ് പഠിക്കാനുണ്ട്. ജസ്റ്റ് നോക്കുവാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗിലാണ് നോക്കിയാണ് കേട്ടോ. അവരെ ബേസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഓരോ ലോ സെപ്പറേറ്റ് ഇങ്ങനെ പറഞ്ഞ് സമ്മറി എഴുതി പോയേക്കുവാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ജസ്റ്റ് ടെസ്റ്റ് ഞാൻ കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, നോട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് വെച്ച് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊപ്പോർഷൻസ് പഠിച്ചു, അതിന് മുമ്പ് റേഷ്യോസ് പഠിച്ചു കേട്ടോ. ചാപ്റ്റർ 1ന്റെ അകത്ത് യൂണിറ്റ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്. ഇപ്പൊ ഒരു നമ്പർ തന്നു, ഉദാഹരണം 3x² ആണെങ്കിൽ ഇതിനകത്ത് ഇൻഡസ്ട്രീസ് ഏതാണെന്ന് നോക്കാം. ഈ 3 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 3 എന്ന് പറയുന്നത് നമുക്ക് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പം ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ടാകും. ശരി, ഓക്കെ. എന്താണ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രീസ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇവിടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. മറ്റേ നോട്ട് ചെറിയൊരു ഓക്കെ, ഇത് വന്നു. 3x² ആണെങ്കിൽ ഈ 3ക്ക് നമ്മൾ പറയുന്നത് കോഎഫിഷ്യന്റ് ആണ്. എന്താണ് പറയുന്നത്, കോഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. എന്തിനാ, 3ക്ക് നമ്മൾ പറയുന്നത്. അപ്പം നമ്മള് 3ക്ക് വരുന്ന കോഎഫിഷ്യന്റ് ആണ്. എക്സിന് പറഞ്ഞതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ബേസ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ബേസ് ആണ്. അപ്പം ഈ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താ, പവർ എന്ന് പറയുന്നത്. പവർ അതല്ലെങ്കിൽ ഇൻഡസ് അതല്ലെങ്കിൽ എക്സ്പോണന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, ഒരു 17 ലോ പഠിക്കാനുണ്ട്. ഇൻഡസ്ട്രീസിന്റെ എന്താ പഠിക്കാനുള്ള, 17 ലോ പഠിക്കാനുണ്ട്. ഇൻഡസ്ട്രീസിന്റെ മൊത്തത്തിൽ നമുക്ക് 17 ലോ ആണ് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട്. നിങ്ങൾ ടെസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തോളൂ. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. വേറെ വീഡിയോ സ്കോർ ചെയ്യാനോ അതിന്റെ കമന്റ് ബോക്സ് നോക്കണ ഇതൊന്നും പോകണ്ട. ഇവിടെ ശ്രദ്ധിക്കുക, നോട്ട് ബുക്ക് കേട്ടോ. അപ്പം നമ്മൾ നോക്കുമ്പോ ലോസ് ഓഫ് ഇൻഡസ്
ഇൻഡസീസിന്റെ ലോസ്. നമുക്ക് ആദ്യത്തെ ലോ നോക്കാം. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എ റൈസ് ടു 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എന്തെങ്കിലും നമ്പർ ആവാം. അപ്പൊ 5⁻0 എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് എക്സാമ്പിളിന് കേട്ടോ, എക്സാമ്പിളിന് 5⁻0 എന്ന് പറഞ്ഞതിന്റെ ഉത്തരം എത്രയാണ് ഓപ്ഷന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, 1 ആണ്. അപ്പൊ എന്തിനും കോൺസ്റ്റന്റിന്റെ മുകളിൽ 0, കോൺസ്റ്റന്റ് അല്ല, എന്തിനും എഴുവിന്റെ മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ബേസിന്റെ മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് യൂണിറ്റ് ആയിരിക്കും, 1 ആയിരിക്കും ഉത്തരം കേട്ടോ. ഇപ്പം 6⁻0 വന്ന 1. ഓക്കെ. 8⁻0 വന്ന 1. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് a⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻0 വന്നാൽ 1 ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് a⁻1 വന്നാലോ? a⁻1 വന്നാൽ മക്കളെ ഒന്നുമില്ല, a തന്നെ. ഉദാഹരണത്തിന് എക്സാമ്പിളിന് 3⁻1 വന്നു. എന്താണ് ഉത്തരം? 3 തന്നെ വരും. മനസ്സിലായോ? നമുക്കറിയാം 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 9 ആണ് അറിയാം അല്ലെ? 3 × 3. അപ്പൊ 3⁻1 എന്ന് പറഞ്ഞാൽ 1 × 3 തന്നെയാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്ത മൂന്നാമത്തെ ലോ. ഓക്കെ. മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് a⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻1 പഠിച്ചു നമ്മൾ, a⁻0 പഠിച്ചു. a⁻- വന്നാൽ ഒന്നുമില്ല മക്കളെ, നമ്മൾ റെസിപ്രോക്കൽ ഏതാണ്? എന്താ 1/a എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? 1/a എന്ന് വരും. ഇവിടെ ഉദാഹരണത്തിനാണ് 5⁻1 ഉണ്ടെങ്കിൽ ആ -1 മാറാൻ വേണ്ടി 1/5 ചെയ്താൽ മതി. രണ്ടും സെയിമാ, വ്യത്യാസമില്ല. മനസ്സിലായോ? അടുത്ത നാലാമത്തെ നോക്കാം. നാലാമത്തെ ലോ എന്ന് പറയുന്നത് a/b/2 ആണെങ്കിൽ, സത്യം പറഞ്ഞാൽ തിരയുടെ തന്നെ ഒരു സബ്ബാണ്. എന്ത് വരും മക്കളെ? ഇപ്പൊ -1 വന്നപ്പോ റെസിപ്രോക്കൽ കൊടുത്താമെന്ന് പറഞ്ഞില്ല, +7. അതേപോലെ റെസിപ്രോക്കൽ a/b എന്നുള്ളത് b/a എഴുതുക. അപ്പൊ എന്താവും ഇത്? 2 ആയി മാറും. ഓക്കെ. ഇതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1/a/b എന്ന് വരും. ഓക്കെ. ഇത് നേരെ ആകുമ്പോൾ b/a എന്ന് വരും. ഓക്കെ. ഇവിടെ മുകളിൽ 2 ഉണ്ടാവും. അപ്പൊ എന്തേ ഇങ്ങനെയാണത് മാറുന്നത്. ഓക്കെ. അടുത്ത അഞ്ചാമത്തെ എന്ന് പറയുന്നത് a⁻m × a⁻n എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? a⁻m + n. ഇവിടെ എന്താണ്? ബേസ് സെയിം ആണ് അല്ലെ? സെയിം ബേസ് ആണ്, സെയിം ബേസ് ആണ്, ബട്ട് ഡിഫറെന്റ് പവർ ആണ്, അല്ലെങ്കിൽ ഇൻഡസ് ആണ്, അതല്ലെങ്കിൽ എക്സ്പോണന്റ് ആണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ആണ് ചെയ്യുക. ഉദാഹരണത്തിന്റെ എക്സാമ്പിളിന് 5⁻1 × 5⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5⁻1 + 2 ചെയ്യുന്നതിനേക്കും നോക്കിയാൽ 5⁻1 എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇൻറ്റു 5⁻2 എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇവിടെ എന്താണ്? 5⁻3 ആണ് അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ 5⁻3. അപ്പൊ എത്ര വരും? 5 × 25 എത്ര ഇവിടെ വരണേ? 125 ആണ്. 5⁻³ എത്രയാ? 5⁻³ വരുമ്പോഴും 125. കണ്ടോ? രണ്ട് സൈഡും സെയിം അല്ലേ? ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം a⁻m × a⁻n എന്ന് പറയുമ്പോൾ a⁻m × a⁻n ഈക്വൽ ടു എന്താണ്? a⁻m + n ആണ്. അടുത്ത ആറാമത്തെ നോക്കുമ്പോ എന്താണ്? ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. ഇനി ഡിവിഷൻ a⁻m / a⁻n. ഇതാണെങ്കിൽ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് അല്ലായിരുന്നോ? അപ്പൊ ഡിവിഷൻ മൈനസ് സബ്സ്ട്രാക്ഷൻ ഇത്രയും ചെയ്താൽ മതി. ഓക്കെ. എക്സാമ്പിൾ നോക്കാം നമുക്ക്. 5⁻1 / 5⁻2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി മക്കളെ? 5⁻1 - 2 ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ എത്ര വരും? 5⁻1
-1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ 1/5 ചെയ്താൽ ഓക്കെ 1/5 എന്ന് പറയുമ്പോൾ എത്രയാ 1/5 0.2 വരും ഓക്കെ ഇവിടെ ചെയ്യുമ്പോഴും എന്താണ് 5/25 ചെയ്യുമ്പോഴും 0.2 തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പം അത് കുഴപ്പമില്ല അതുകൊണ്ട് ഈ തരുന്ന ജനറൽ ഫോം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഓക്കെ അടുത്ത ഏഴാമത്തെ നോക്കാം ഏഴാമത്തെ പോയിന്റ് പറഞ്ഞാൽ a⁻m⁻n അപ്പം ഒരു പവറിന്റെ മുകളിലെടുത്ത പവർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ അത് രണ്ടും കൂടി ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുമ്പോ എന്താ മൾട്ടിപ്ലിക്കേഷൻ ആവും ഓക്കെ ഇപ്പൊ എന്താണ് 2/2/3 ആണെങ്കിൽ അതിന്റെ ആൻസർ വരിക 2/2 into 3 വരും എന്ന് വെച്ചാൽ 2/6 എന്ന് വരും ഉത്തരം ഓക്കെ എട്ടാമത്തെ നോക്കി എട്ടാമത്തെ വരുമ്പോ രണ്ട് ബേസിന് കോമൺ ആയിട്ട് മുകളില് എം വന്നു a/b⁻m നമ്മളെ എങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a⁻m into b⁻m മനസ്സിലായോ അത് എന്താണ് ഇൻറ്റു ഡോട്ട് ഇട്ട ഇൻറ്റു ഒരു എക്സാമ്പിൾ നോക്കാം 2 into 3/2 ഈ എ ബി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസ്റ്റൻസ് ആണ് ഇപ്പൊ ഇവിടെ എന്താണ് നോക്കിയേ ഇവിടെ ബേസ് ഒന്നേ ഉള്ളൂ പക്ഷെ പവർ രണ്ടും ഡിഫറെന്റ് ആണ് ഓക്കെ ഡിഫറെന്റ് അല്ല 2 വന്നാലും മൾട്ടിപ്ലൈ തന്നെയായിട്ട് വരണേ ഇതേ രീതി തന്നെയാണ് വരണേ അപ്പൊ ഇവിടെ നോക്കിയേ നമുക്ക് എന്താ പറഞ്ഞേ 2/2 into 3/2 3² ചെയ്താൽ കറക്റ്റ് ഉത്തരമായിരിക്കും ഒരു വ്യത്യാസം ഉണ്ടാവില്ല രണ്ട് സൈഡ് LHS RHS എന്തായിരിക്കും സെയിം ആയിരിക്കും ഓക്കെ ചെയ്ത് നോക്കണം നമുക്ക് ചെയ്ത് നോക്കാം 6/2 എന്ന് വരും 2 into അല്ലെ ഇവിടെ 2/2 എന്ന് പറയുമ്പോ 4 ആണ് 3/2 എന്ന് പറഞ്ഞാൽ 9 ആണ് ഇവിടെ എന്താണ് 36 ആണ് ഇവിടെ എന്താണ് 36 ആണ് അല്ലെ രണ്ട് സൈഡ് സെയിം ആയല്ലേ അപ്പൊ എന്ത് ചെയ്യാം ഇവിടെയും ഈ ഒരു കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇക്വേഷനോ ലോയോ അടുത്ത ഒമ്പതാമത്തെ ടെസ്റ്റിൽ മൊത്തം ഉണ്ടായിരുന്നില്ല എന്തായാലും ഫുള്ള് പഠിക്കുക കേട്ടോ 9 a/b⁻m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തില്ലേ അതേ സെയിം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക a⁻m/b⁻m ഉത്തരം സെയിം ആയിരിക്കും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഓക്കെ അടുത്ത 10ാമത്തെ സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മാറ്റാം സ്ക്വയർ റൂട്ട് ഓഫ് എ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒന്നും ചെയ്യണ്ട മക്കളെ സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് സെയിം ആണ് സെയിം ആസ് a⁻1/2 ഇപ്പം എക്സാമ്പിളിന് സ്ക്വയർ റൂട്ട് 2ന്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ നമുക്ക് കണക്കിന്റെ അത് 2/1/2 ചെയ്യാം ഓക്കെ അപ്പൊ തെറ്റൂല മനസ്സിലായി വേറെ എക്സാമ്പിൾ കാണിക്കാം സ്ക്വയർ റൂട്ട് ഓഫ് 2/2 എന്ന് കണ്ടോ ഓക്കെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2/1/2 അല്ലേ അപ്പൊ 2/1/2 ബാക്കിൽ 2 വന്നു അന്നേരം എന്തായി ഇത് ഇക്വേഷൻ അല്ലെ ലോ 8 ആയില്ലേ ലോ 8 ഏതായിരുന്നു ലോ 8 അല്ല ലോ 7 ആയി ലോ 7 a⁻m/2 എന്നല്ലേ അതേ ഫോർമാറ്റിൽ ഇവിടെ അപ്പൊ അതെങ്ങനെ എഴുതുക അത് മൾട്ടിപ്ലിക്കേഷൻ സോ 2/1/2 into 2 എന്ന് വരും എന്നുവെച്ചാൽ ഈ 2 കട്ടായി പോവും സോ 2 എന്ന ആൻസർ വരും മനസ്സിലായോ സിമ്പിൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ ഇത് രണ്ട് വേണമെങ്കിൽ 2 കിട്ടില്ല ഉത്തരം നമുക്കറിയാം അപ്പൊ അത് തന്നെയാണ് കണ്ടുപിടിച്ചത് മനസ്സിലായോ മെത്തേഡ് മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം അടുത്ത 11ാമത്തെ നോക്കാം സിമ്പിൾ ആണ് മക്കളെ ഈ ചാപ്റ്റർ ഒക്കെ ഓക്കെ ക്യൂബിക് റൂട്ട് എ കാണാൻ വേണ്ടി ക്യൂബിക് റൂട്ട് എ എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് കണ്ടപ്പം എന്തായിരുന്നു സ്ക്വയർ എന്ന് വെച്ചാൽ പവർ രണ്ടിന്റെ അല്ലേ അപ്പം എന്താണ് ക്യൂബിക് റൂട്ട് തിരികെ വരും അപ്പം a⁻1/3 സിമ്പിൾ സ്ക്വയർ റൂട്ട് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ 12ാമത്തെ ab എന്താണ് mth റൂട്ട് കാണാൻ എന്താ മക്കളെ mth റൂട്ട് കാണാൻ വേണ്ടി ഇത് നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യാം ഇത് ഒന്നിച്ചുള്ളതാണ് നമുക്ക് സെപ്പറേറ്റ് ആകാം എന്താ a into b-യുടെ mth റൂട്ട് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത മെത്തേഡിൽ നമുക്ക് 11ാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ 10ാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് വീണ്ടും ചെറുതാക്കി കൊണ്ടുവരാം ഇല്ലേ
ഇത് തന്നെയാണ്, ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മോളിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? a⁴1/m ഇൻറ്റു b⁴1/m എന്നല്ലേ വരുന്നത്. വ്യത്യാസം ഉണ്ടോ? ഇല്ല, സെയിം അല്ലേ. അടുത്ത 13ാമത്തെ വരുന്നത് a⁴m ഈക്വൽ ടു a⁴n ആയിരിക്കും. a⁴m ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ മക്കളെ? m ഈക്വൽ ടു n തന്നെയല്ലേ. കാരണം ഇത് രണ്ടും പവർ ഒന്നാണെങ്കിൽ മാത്രമല്ലേ സെയിം ആവുള്ളൂ. അപ്പൊ m ഇവിടെ എന്താണ്? സെയിം വാല്യൂ തന്നെയാണ്. മനസ്സിലായത്? ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉള്ളത് മനസ്സിലാവും. ഓക്കെ. അടുത്ത 14ാമത്തെ എന്താണ്? a⁴m ഈക്വൽ ടു b⁴m എന്നാണെങ്കിൽ a⁴m ഈക്വൽ ടു b⁴m എന്ന് പറഞ്ഞു എന്നാണെങ്കിൽ എന്തായിരിക്കണം? a⁴m ഈക്വൽ ടു b എന്ന് നമുക്ക് പറയത്തില്ല മക്കളെ. രണ്ടിന്റെയും പവർ ഒന്നാണ്, രണ്ട് വാല്യൂ സെയിം ആണെന്ന് പറയുകയാണെങ്കിൽ, സെയിം ആണെന്ന് പറയുന്നത് എപ്പോഴാ? രണ്ട് വാല്യൂ ഈക്വൽ, LHS ഈക്വൽ ടു RHS ആവുമ്പല്ലേ. ഇതിന്റെ അർത്ഥം a ഈക്വൽ ടു b എന്ന് തന്നെയല്ലേ മക്കളെ. അത്ര ഉള്ളൂ. 15ാമത്തെ എന്ന് പറയുമ്പോൾ a⁴m ഈക്വൽ ടു k ആണെങ്കിൽ, a⁴m ഈക്വൽ ടു k ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? a എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പറയാം? k⁴1/m എന്ന് പറയാം. കാരണം എന്താ? ഇവിടെ നിന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ റെസിപ്രോക്കൽ ആയി. സിമ്പിൾ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? a⁴m ഈക്വൽ ടു k ആണെങ്കിൽ ദാറ്റ് മീൻസ് a ഈക്വൽ ടു k⁴1/m. ഓക്കെ. 16 a⁻m ഈക്വൽ ടു k ആണെങ്കിൽ എന്താണ് വരിക? ഇവിടെ a എന്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് a⁻2 ഓക്കെ. ഇവിടെ നമുക്ക് a⁻m വന്നപ്പോ എന്താ? k വന്നപ്പം നമുക്ക് k⁻1/m വന്നു. അതേപോലെ തന്നെ ഇവിടെ ദാറ്റ് മീൻസ് a ഈക്വൽ ടു k⁻2. ഇവിടെ എന്താണ്? അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പം -1/m. വ്യത്യാസം ഉണ്ടോ? ഇല്ല, സെയിം രീതി തന്നെ. നമ്മൾ ഓരോന്ന് പഠിക്കുന്നതുകൊണ്ടാണ് ഇത്ര ലോസ് ആയി മാറുന്നത്. ഇത് ഒരേ രീതി. ഇപ്പം 15 പഠിച്ചു കഴിഞ്ഞാൽ 16 പഠിക്കേണ്ട ആവശ്യമില്ല, സെയിം തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെയാണ് നമുക്ക് എന്താ? ക്യൂബിക് റൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അല്ല സ്ക്വയർ റൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്യൂബിക് റൂട്ട്. അപ്പൊ ഇങ്ങനെ കുറയും. സെയിം രീതി വരുന്ന മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിരുന്ന് വിചാരിച്ചു. കാരണം മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര എളുപ്പം കിട്ടാം. a⁻m ഈക്വൽ ടു k ആണെങ്കിൽ ഇത് ഡിവൈഡ് അല്ലേ. a ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? k⁻m ആയിരിക്കും. അവിടെ വേറെ ചിന്തിക്കാനില്ല. ഈ 3 ലോയും ഏകദേശം സെയിം അല്ലേ മക്കളെ? നോക്കിയേ, സെയിം അല്ലേ? അത്രേ ഉള്ളൂ. ഇത്രയാണ് എന്താ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി കുറച്ച് ട്രിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ട്രിക്സ് പറയുകയാണെങ്കിൽ ഇതിന് ഈ ചാപ്റ്ററിന് പവേഴ്സ് സർക്കിൾ ആയി വരും. അത് നോട്ടായിട്ട് വിചാരിച്ചാലും മതി കേട്ടോ. നോട്ടായിട്ട് നോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പവേഴ്സ് സൈക്ലിക് ആണെങ്കിൽ, സൈക്ലിക് മോഡൽ ആണെങ്കിൽ അതിന്റെ പവറിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? പവറിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത്, ഇപ്പം പോസിറ്റീവ് പവർ ആണെന്ന് വിചാരിക്കാം. പോസിറ്റീവ് പവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? x⁻12. അതിന്റെ ഒരു എന്താണ്? ട്രിക്കിന്റെ ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ ഓർത്തിരുന്നോളൂ. നെഗറ്റീവ് പവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് /12 ആയിരിക്കും വരിക. ഓക്കെ. അതേപോലെ തന്നെ ഇതിന്റെ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2⁵³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁵³ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താവും? 2 2 തവണ അടിക്കുക. 2 ഇട്ടിട്ട് 2 തവണ ഇൻറ്റു അടിക്കുക. എന്നിട്ട് പിന്നെ ഈക്വൽ ടു അടിച്ചാവും. എന്തിനാ? ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി. അപ്പം നമുക്കറിയാം 2³ എന്ന് വെച്ചാൽ 8 ആണ് അല്ലെ. അപ്പൊ 2 അടിക്കുക, 2 തവണ ഇൻറ്റു അടിക്കുക, 1 തവണ ഈക്വൽ ടു അടിക്കുക, 4 ആവും. 1 തവണ കൂടെ അടിച്ചാൽ എന്തായി? 2³ ആയി.
ചില കാൽക്കുലേറ്റർ ഒറ്റ തവണ ഇൻറ്റു അടിച്ചാൽ മതി, ബാക്കി ഈക്വൽ അടിച്ചു പോയാൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഓരോ കാൽക്കുലേറ്ററിനനുസരിച്ചിരിക്കും. ഇനിയിപ്പം ഒരു എക്സാമ്പിൾ കൂടെ പറയാം. 2⁻³ ആണെങ്കിൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഡിവൈഡഡ് എന്ത് ചെയ്യാ, സെയിം രീതി തന്നെ എന്ത് ചെയ്യാ, 2 തവണ എടുക്കും കേട്ടോ. 12 തവണയല്ല, സോറി, ഇത് തെറ്റിപ്പറ്റിയാണ്. ഇത് 2 തവണ ഞെക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ കാൽക്കുലേറ്ററിനല്ല, ചില കാൽക്കുലേറ്ററിനാണ്, ചില കാൽക്കുലേറ്ററിന് 1 മതി കേട്ടോ. അപ്പം 2 or 1 ഇടാം നമുക്ക്. 2 or 1 എന്ത് ചെയ്യാം, ഡിവൈഡ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മള് അടിച്ചു വെക്കാൻ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. അപ്പം 2 ഇൻറ്റു അടിച്ചു കഴിഞ്ഞാൽ ഒരു തവണ ഈക്വൽ അടിക്കുമ്പോൾ 4 കിട്ടും, ഒരു തവണ അടിക്കുമ്പോൾ 8 കിട്ടി, കറക്റ്റ് കിട്ടും. അതേപോലെ 2 ഇടിക്കുക, എന്ത് ചെയ്യാ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും. ഡിവൈഡ് ചെയ്യുക, അത് കഴിഞ്ഞ് ഈക്വൽ അടിക്കുമ്പോൾ ഒരു തവണ ഇതായില്ലേ, ഒന്നും അടിക്കുമ്പോൾ 0.25. ഇത് നമുക്ക് ഇങ്ങനെ വേണമെന്നില്ല, നമുക്ക് ടെക്നിക്ക് പഠിച്ചു. 2⁻³ നമുക്ക് എങ്ങനെ ചെയ്യാം, 1/2 ക്യൂബിന് അടിച്ചിട്ടുണ്ട്. 1/2 ക്യൂബ് നമുക്കറിയാം 1/8 ആണ്. അപ്പൊ എന്താണ് 1/8 ചെയ്ത് നോക്കിയാൽ 0.125. ഓക്കെ, ഇവിടെ നമുക്ക് മിസ്റ്റേക്ക്, ചില കാൽക്കുലേറ്ററിൽ ഇത് 3 തവണ അടിക്കേണ്ടി വരും. ഇവിടെ 2 തവണ അടിക്കേണ്ട പവറിന്, പക്ഷെ ഇവിടെ നമുക്ക് 3 തവണ അടിക്കേണ്ടി വരും. അത് ഓരോ കാൽക്കുലേറ്ററിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ സ്വയം നിങ്ങളുടെ കാൽക്കുലേറ്റർ എന്താണ്, എന്റെ ബ്രദറിന്റെ കാൽക്കുലേറ്റർ, നമ്മുടെ ഓരോ കാൽക്കുലേറ്റർ എന്താണ് അതനുസരിച്ച് നോക്കണം. എന്റെ കാൽക്കുലേറ്റർ 2 തവണ ഇൻറ്റു അടിക്കണം, എന്താണ് ഡിവൈഡും 2 തവണ ഞെക്കണം. പക്ഷെ ഇതിന്റെ അകത്ത് എന്ത് ചെയ്താൽ മതി, ഒറ്റ തവണ ഞെക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഓരോ വ്യത്യാസങ്ങളുണ്ട് ഓരോ കാൽക്കുലേറ്റർ അനുസരിച്ച് കേട്ടോ. അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാൽക്കുലേറ്റർ നമ്മൾ മനസ്സിലാക്കാൻ അതിന്റെ പവർ നോക്കാം കേട്ടോ. അപ്പൊ അതിന് കൃത്യമായ ഇതിന് ചെയ്യേണ്ട രീതി ഇത് ഏതാണ് എന്റെ ഇരിക്കുന്നത്, ഇവിടെ എന്റെ ഇപ്പൊ ഇരിക്കുന്നത് MJ12D ഉണ്ടോ, 12D. അതിന്റെ അകത്ത് ഒരു തവണ ഇൻറ്റു അടിച്ചാൽ ഓക്കെ. എന്റെ ഇരിക്കുന്നത് 2 തവണ അടിക്കണം. അപ്പൊ ഇത് 2 തവണ ഈക്വൽ അടിച്ചാൽ ക്യൂബ് റൂട്ട് കിട്ടും. -3 ആണെങ്കിൽ നമുക്ക് 3 തവണ ഈക്വൽ ടു അടിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റൂട്ട് കാണാനുള്ള എന്താണ് ടെക്നിക് ട്രിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പവറിന്റെ മോൾ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കാണാം എന്നുള്ളതിനൊക്കെ എന്തിന്റെ ട്രിക്സും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഡിസീസ് എന്താണ് നമുക്ക് ടെസ്റ്റ് നോക്കാം. ഒരു കാര്യത്തിന് ക്യാമറയുടെ കാറ്റ് തോന്നുന്നുണ്ട്, ക്യാമറയ്ക്ക് വലിയ കാറ്റ് റേഞ്ച് കുറവ് ഇവിടെ. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ സെയിം ക്യാമറ തന്നെ, പക്ഷെ റേഞ്ച് കുറവുണ്ട് ഇവിടെ. അതിന്റെ ഒരു ചെറിയ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ പറയുന്നത് കേട്ടോ. പവർ എന്താണ്, ബേസ് എന്താണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ലോ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഇതാണ് ഇവർ ലോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ അതുകൊണ്ട് അത് നോക്കണമെങ്കിൽ ഇതിലെ ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം, ഓരോന്നും ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. എന്തെങ്കിലും മനസ്സിലാവാത്ത ചോദ്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലായി. ഈ എക്സസൈസ് ചെയ്ത് നോക്കാം ഇൻഡസ്ട്രീസിന്റെ അകത്ത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ ഇടുക കേട്ടോ. ഓക്കെ, നമുക്ക് കൺസെപ്റ്റിന്റെ വീഡിയോസ് തീർന്നിട്ട് ചോദ്യത്തിലോടൊക്കെ കിടക്കാം എന്ന് വിചാരിച്ചാണ് യൂട്യൂബില്. കാരണം റിവിഷൻ ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നല്ലേ, ചോദ്യങ്ങൾ ചെയ്ത് പോകാൻ നല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താണ് കേട്ടോ. വാട്സ്ആപ്പ് നമ്പർ എന്താണെന്ന് നമുക്ക് ഒന്നും പറയാം, 8921240354. ഇതിലെന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തിട്ട് ഏത് ക്ലാസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സോ ലൈവ് ക്ലാസ്സോ ആയിട്ടുണ്ടാവുന്നതെങ്കിൽ നമുക്ക് നൽകാം. അതല്ല റെക്കോർഡ് ക്ലാസ് നൽകാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഒന്നും മിസ് ആവാതിരിക്കാൻ. കറക്റ്റ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ കാണാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അപ്ഡേഷൻ അപ്ഡേഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്ത പബ്ലിഷ് ചെയ്ത എല്ലാ സ്റ്റുഡൻസ് തന്നെ വെയിറ്റിംഗ് ആയത് നിങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന അപ്ഡേറ്റ്സ് ആണ്, അതുകൊണ്ടാണ് അറിയിക്കാത്ത. കുറെ പേര് ചോദിച്ചതുകൊണ്ട് അപ്ഡേറ്റ് വരാത്തത്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം താഴെ എന്ത് ചെയ്യാം, ഓരോ കമന്റ്സ് ഒക്കെ ഇടുക. വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. കൂടുതൽ ലൈക്ക് ഒക്കെ വന്നാലാണ് നമുക്ക് കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവുള്ളൂ. നമ്മൾ മാക്സിമം മാത്സ്, അക്കൗണ്ട്സ്, ലോയർ ഈ 3 ക്ലാസ് ആണ് ഈ ചാനലിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. എക്കണോമിക്സ് നോക്കട്ടെ, എക്കണോമിക്സ് ടൈം കിട്ടിയാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.